ഹലോ എവ്രി വൺ. ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു എഗ്ലെസ് ബ്രെഡ്ലെസ് ചിക്കൻ കട്ട്ലറ്റാണ്. അതിനിതാ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട്, ബോൺലെസ് ചിക്കൻ വൃത്തിയിൽ കഴുകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി, പിന്നെ നമ്മുടെ സിനമൺ സ്റ്റിക്ക്, പട്ടയും ക്ലോവ്സും, പിന്നെ ഉപ്പും ചേർത്തിട്ട് നമുക്കിതൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. ഉപ്പ് ആഡ് ചെയ്തു, ക്ലോവ്സും പട്ടയും ആഡ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. ഒരു 4 to 5 വിസിൽസ് നമുക്ക് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. എന്നുവെച്ചാൽ നന്നായിട്ട് വെന്ത് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് എഗ്ലെസ്സുമാണ്, ബ്രെഡ് ക്രംസും ആഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതാറിയ ശേഷം നമുക്ക് ഷ്രെഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഫുഡ് പ്രോസസ്സറിലിട്ട ശേഷം അതിന് നല്ല ഫൈനായിട്ട് മിൻസ് ചെയ്തതാ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതാ സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ചീഞ്ചട്ടിയിൽ എണ്ണ ചൂടാക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഈ കട്ട് ചെയ്ത വെജിറ്റബിളെല്ലാം ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് നമ്മുടെ ഉള്ളിയൊക്കെ വഴറ്റി, ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വരട്ടെ. ഉള്ളി ഇതപ്പോൾ വഴന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോഫ്റ്റായാൽ മതി, കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. അപ്പോൾ വൈകുന്നേരം നേരത്ത് ഇത് ഒരു സ്നാക്കായിട്ടാണ് ഉണ്ടാക്കുന്നത്. പാകത്തിന് കുറച്ച് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ഇതാ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം, കുറച്ച് മുളക് പൊടി. ഓൾറെഡി നമ്മൾ ചിക്കനിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഒന്നും കൂടെ വഴറ്റാം. ഈ പൊടിയുടെ പച്ച മണമൊക്കെ ഒന്ന് പോട്ടെ. അതേപോലെ തന്നെ നമുക്കിനി ഗരം മസാലയും ആഡ് ചെയ്യാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഈ പൊടികളുടെയൊക്കെ ഒരു പച്ച മണമൊക്കെ പോയതിന് ശേഷം നമ്മൾ മിൻസ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഷ്രെഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ചിക്കനിൽ നമ്മുടെ ഈ മസാലയ്ക്ക് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമ്മുടെ ഉരുളക്കിഴങ്ങ് ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ഇതപ്പോൾ ഉരുളക്കിഴങ്ങ് നമുക്ക് നമ്മുടെ ഈ ചിക്കൻ മിക്സ്ചറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് വേവിച്ച പൊട്ടാറ്റോ ആണ്. അപ്പോൾ പൊട്ടാറ്റോ ആഡ് ചെയ്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. പൊട്ടാറ്റോ ആണ് ഇതിന് ബൈൻഡിങ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പൊട്ടാറ്റോ നന്നായിട്ട് മാഷ് ചെയ്ത് ഇതിലേക്ക് നന്നായിട്ട് കമ്പൈൻ ചെയ്തെടുക്കാം. അപ്പോൾ പൊട്ടാറ്റോ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഔട്ടർ കവറിങ്ങിന് ഇതപ്പോൾ ഞാൻ ഒരു കപ്പ് മൈദയും ഒരു 1/2 കപ്പ് റൈസ് പൗഡറും ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ്, പാകത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ലംസ് ഒന്നും ഇല്ലാതെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലൊരു സ്മൂത്ത് ബാറ്ററായിട്ട് വേണം നമുക്ക് എടുക്കാനായിട്ട്. അപ്പോൾ വെള്ളം കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതിനെതാ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ കൈ ഡിപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ കോട്ടിംഗ് ആയിട്ട് വരണം. ഇതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. ഇത് നമ്മുടെ ആ ചിക്കൻ്റെ മിക്സ്ചറാണ്. ഇത് നമുക്ക് റൗണ്ട് ബോൾസ് ആദ്യം ആക്കി വയ്ക്കാം. എന്നിട്ട് കയ്യിൽ ഒന്ന് ഫ്ലാറ്റൻ ചെയ്തെടുത്ത ശേഷം നമ്മൾ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുമല്ലോ എന്ന പോലെ ഒന്ന് ഫ്ലാറ്റൻ ചെയ്ത ശേഷം നമ്മൾ എഗ്ഗിലോ ബ്രെഡ് ക്രംസോ അല്ല, ഈ മൈദ റൈസ് പൗഡർ മിക്സ്ചറിലാണ് മിക്സ് ചെയ്ത് മുക്കിയിട്ട് നമുക്ക് പൊരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ എണ്ണ അവിടെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഓൾറെഡി റൗണ്ടാക്കി വെച്ചതിന് ഫ്ലാറ്റൻ ചെയ്ത ശേഷം ഇത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ കട്ട്ലറ്റ് അങ്ങനെ ആയി വരട്ടെ. ഒരു സൈഡ് ആകുമ്പോൾ ഇതാ ടേൺ ചെയ്തിട്ട് കൊടുക്കുകയാണ്. നല്ല ഫില്ലിംഗ് ആണ്. നമുക്കിപ്പോൾ ബ്രെഡിലോ ബണ്ണിലോ ഒക്കെ വെച്ചിത് കഴിക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അങ്ങനെ എഗ്ലെസ് ബ്രെഡ്ലെസ് ചിക്കൻ കട്ട്ലറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇതാ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ കണ്ടില്ലേ, ഈസി ആയിട്ട് നമുക്കൊരു ചിക്കൻ കട്ട്ലറ്റ് 4 മണി പലഹാരമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതായിരുന്നു ഇന്ന് വൈകുന്നേരത്തിന് ഞങ്ങളുടെ ചായക്കുള്ള സ്നാക്ക്. നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.